പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വയറിംഗ് ജോലിക്കിടെ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നാദാപുരത്തായിരുന്നു സംഭവം. പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. ആ ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുളിക്കോൽ സ്വദേശി ജാഫർ മരക്കാട്ടേരി, 40 വയസ്സ്, മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പല കാരണത്താൽ ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലമാണ്, അതും പ്രവാസികൾ. എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കക്കംവെള്ളിയിലെ സ്വകാര്യ കെട്ടിടത്തിൽ വയറിംഗ് ജോലിക്കിടെയാണ് സംഭവം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവിച്ചത്. പാവം. ഷോക്കേറ്റ ജാഫറിനെ നാദാപുരം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. SDPA കക്കംവെള്ളി ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു. കുമ്മങ്കോട് ഷാദിലി റോഡ് കുന്നത്ത് പള്ളിയിലെ മരക്കാട്ടേരി മൂസയാണ് പിതാവ്. മാതാവ് ഫാത്തിമ, ഭാര്യ അഷ്മില, സഹോദരങ്ങൾ അൽക്കാമത്ത്, അഷ്റഫ്, നിസാർ, സൗദ, ഷെരീഫ, ഹുസ്ന, അഫ്സത്ത്. മക്കളില്ല എന്ന് തോന്നുന്നു. എന്തെന്നായാലും ഇതുപോലുള്ള ജോലിക്കിടയിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ ആ കുടുംബം അത്രക്കധികം വേദനയിലാണുള്ളത്. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാം. പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. പടച്ചറബ്ബ് ഇദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ആഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ജോലിക്കിടയിൽ പെട്ടെന്ന് മരണപ്പെട്ടതാണ് റബ്ബേ. ഈ മയ്യത്തിന് അർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതുപോലുള്ള ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബേ. ഒരുപാട് പേര് ഇതുപോലെ റിസ്ക്കുള്ള ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ റബ്ബേ. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് റബ്ബേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്. അവർക്കൊക്കെ നിന്റെ കാവലുണ്ടാകണേ റബ്ബേ. ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. അവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ. സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ. നമ്മളെ മക്കളെയൊക്കെ സാലിങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. നമ്മളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ. പ്രവാസികൾക്ക് ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും ഹിമ്മത്തും നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള ഇങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ഇസ്സത്തും നീ കൊടുക്കണേ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. ഈ സഹോദരന് വേണ്ടി പറ്റുന്ന എല്ലാവരും യാസീനും ഫാത്തിയും ഓതി അദിയ ചെയ്യുക. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.